മലപ്പുറം താനൂരിൽ വിനോദയാത്ര ബോട്ട് മുങ്ങി അപകടം. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ മരിച്ചു. 15ഓളം പേരെ രക്ഷപ്പെടുത്തി. നിരവധി പേരെ കാണാതായി. അപകടം ഓട്ടുംബ്രം തൂവൽ തീരം ബീച്ചിൽ. രക്ഷാപ്രവർത്തനം തുടരുന്നു. ക്യാമറ വിവാദത്തിൽ പ്രതിപക്ഷ ആക്ഷേപത്തിന് മറുപടിയുമായി CPM. ആരോപണം ശുദ്ധ അസംബന്ധമെന്ന CPM സംസ്ഥാന സെക്രട്ടറി. തോന്നിയാസം പറയുന്നതല്ല ആരോപണം എന്ന് പറഞ്ഞ് നടക്കുക. എന്താരോ നിങ്ങൾ സ്വർണത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയല്ലേ പറഞ്ഞ ആരോപണം എന്നിട്ട് എന്തായി? തോന്നിയോളെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാൾ 132 കോടി പറയും, ഒരാൾ 100 പറയും, പിന്നെ പ്രസാദിയ പറയും. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. 232 കോടി പരിപാലന ചെലവും GSTയുമെന്ന് MP ഗോവിന്ദൻ. ഉപകരാർ നൽകാൻ കരാറിൽ വ്യവസ്ഥയെന്നും വിശദീകരണം. ക്യാമറ വിവാദത്തിൽ നിയമ നടപടിക്കൊരുങ്ങി പ്രസാഡിയോ. കമ്പനിയെക്കുറിച്ചുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധം. ലൈറ്റ് മാസ്റ്റർ MD ജെയിംസ് പാലമുറ്റത്തിനെതിരെ നിയമ നടപടിയെന്നും പ്രസാഡിയോ. ക്യാമറ ഫോൺ അഴിമതിയിൽ കോടതിയെ സമീപിക്കുമെന്ന K സുധാകരൻ. തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ വിറ്റ സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മ അറസ്റ്റിലായത് കാഞ്ഞിരംകുളം സ്വദേശി അഞ്ജു. തൈക്കാട് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിനെ വിറ്റത് 3 ലക്ഷം രൂപയ്ക്ക്. KSRTCയിൽ BMSന്റെ 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. KSRTC നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഗതാഗത മന്ത്രി. KSRTC ഡൈസ്നോൺ പ്രഖ്യാപിച്ചു. കർണാടകയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ. ബംഗളൂരുവിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച വീരശൈവ ലിംഗായത്ത് സമുദായം. പരസ്യ പ്രചാരണത്തിന് നാളെ സമാപനം. IPLൽ പ്ലേ ഓഫ് ഉറപ്പിച്ച ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ പരാജയപ്പെടുത്തിയത് 56 റൺസിന്. 4 വിക്കറ്റ് എടുത്ത മോഹിത് ശർമ്മ.